ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളത്തിൻ്റെയാണ്. നമുക്കുള്ള ടോപ്പിക്കാണ് വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, അതേപോലെ തന്നെ ഭാഷാചരിത്രം. പിന്നെയുള്ളത് ഗ്രാമർ പോർഷനാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അത്? ഓപ്ഷൻ എ, ഗുണ്ടർട്ട് നിഘണ്ടുവാണ്. ഇനി എന്താണ് പാഠമാല എന്ന് പറയുന്നത്? എന്താണ്? ഗുണ്ടർട്ട് തയ്യാറാക്കിയ ഒരു പാഠപുസ്തകമാണ് എന്തെന്നറിയപ്പെടുന്നത്? പാഠമാല എന്നറിയപ്പെടുന്നത്. ആര് തന്നെയാണ്? ഗുണ്ടർട്ട് തന്നെ. ഇനി മലയാളം വ്യാകരണം ആരുടേതാണ്? മലയാള ഭാഷാ വ്യാകരണം എന്ന പേരിൽ ഹെർമൻ ഗുണ്ടർട്ട് രചിച്ചൊരു പുസ്തകമാണ് എന്താ? മലയാള വ്യാകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരള പാണിനീയം ആരുടേതാണ്? അത് AR രാജരാജവർമ്മയുടെ വ്യാകരണ ഗ്രന്ഥമാണ്. രാജരാജവർമ്മയുടെ വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം എന്ന് പറയുന്നത്. അപ്പോൾ ഗുണ്ടർട്ട് നിഘണ്ടുവും പാഠമാലയും മലയാള വ്യാകരണവും എല്ലാം ആരുടെ തന്നെയാണ്? അത് നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ തന്നെയാണ്. പക്ഷേ ഗുണ്ടർട്ട് നിഘണ്ടുവിൻ്റെ പ്രത്യേകത എന്താണ്? പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകകൾ 1872 തയ്യാറാക്കി. പാഠമാല എന്താണ്? അത് ഗുണ്ടർട്ട് തയ്യാറാക്കിയ ഒരു പാഠപുസ്തകമാണ്. അതേപോലെ മലയാള വ്യാകരണം എന്ന് പറയുന്നത് ആ ഒരു വ്യാകരണത്തിൻ്റെ പേരിൽ ഗുണ്ടർട്ട് രചിച്ചൊരു പുസ്തകമാണ്. ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മലയാളത്തിലെ ആദ്യ നിഘണ്ടു ഏതാണ്? മലയാളത്തിലെ ആദ്യ നിഘണ്ടുവാണ് ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം എന്ന് പറയുന്നത്. ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം എന്ന് പറയുന്ന 1896 നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലി രചിച്ചതാണ്. അതിനെയാണ് നമ്മൾ മലയാളത്തിലെ ആദ്യ നിഘണ്ടു എന്ന് പറയുന്നത്, ഫസ്റ്റ് നിഘണ്ടു എന്ന് പറയുന്നത്. ഇനി ആദ്യ മലയാളം നിഘണ്ടു ഏതാണ്? മലയാളം നിഘണ്ടു. നമുക്ക് ഇംഗ്ലീഷ് നിഘണ്ടു ഒക്കെ ഇല്ലേ? അതായത് ചില വേർഡ്സിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ തന്നെ നമുക്കതിൻ്റെ ആക്ച്വൽ മീനിങ് മനസ്സിലാവാണ്ടാകുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലനേഷൻ തരാം. അതേപോലെ തന്നെ മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? റിച്ചാർഡ് കോളിൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കീശ നിഘണ്ടു എന്ന പേരിലാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നിഘണ്ടുവിൻ്റെ ആദ്യ ഭാഗങ്ങൾ പുറത്തു വന്നത്. എന്താണ് പേര്? കീശ നിഘണ്ടു. ഇത് ഏതാണെന്ന്? ഏത് നിഘണ്ടുവാണിത്? ഇത് നമ്മുടെ ഓപ്ഷൻ ഡി, ശബ്ദതാരാവലിയാണ്. ശബ്ദതാരാവലിയുടെ ആദ്യ ഭാഗങ്ങളാണ് കീശ നിഘണ്ടു എന്ന പേരിൽ പുറത്തിറങ്ങിയത്. ആരാണ് ശബ്ദതാരാവലിയുടെ ഓഥർ എന്ന് പറയുന്നത്? ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ്. പത്മനാഭ പിള്ളയാണ് എന്ത്? ശബ്ദതാരാവലിയുടെ ഓഥർ എന്ന് പറയുന്നത്. ഇത് കീശ നിഘണ്ടു പുറത്തിറക്കിയത് 1906 ശ്രീകണ്ഠേശ്വരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഈ ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ്. ഇദ്ദേഹത്തിൻ്റെ മാസികയാണ് ഏത്? ഭാഷാവിലാസം. ഇദ്ദേഹത്തിൻ്റെ ഒരു മാസികയാണ് ഭാഷാവിലാസം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ശബ്ദസൗഭകം ആരുടേതാണ്? അത് ജോൺ കുന്നപ്പള്ളിയുടെ ഒരു പുസ്തകമാണ് എന്ത്? ശബ്ദസൗഭകം എന്ന് പറയുന്നത്. ശബ്ദരത്നാകാരം ആരുടേതാണ്? ശബ്ദരത്നാകാരം ബി സീതാരാമാചാര്യലുവിൻ്റെ തെലുങ്ക് നിഘണ്ടുവാണ് എന്തെന്നറിയപ്പെടുന്ന ശബ്ദരത്നാകരം എന്ന് പറയുന്നത്. മലയാളം ഭാഷാ നിഘണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സർവകലാശാലയുടെ കീഴിൽ തയ്യാറാക്കിയ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് മലയാള മഹാനിഘണ്ടു എന്നറിയപ്പെടുന്നത്. അപ്പോൾ കീശ നിഘണ്ടു ആദ്യ ഭാഗം ഏതിൻ്റേതാണ്? ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം ജി പിള്ളയുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? നമ്മുടെ 2022 ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് വൈജ്ഞാനിക സാഹിത്യം എന്ന ടോപ്പിക്കിൽ LDയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. മലയാളത്തിലെ ആദ്യ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവാണ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ. ഇത് ശരിയായ പ്രസ്താവനയാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദമലങ്കരിച്ച ആദ്യ വനിത തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മയാണെന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഇത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിത് കുറേ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് കിട്ടിയില്ല. മലയാള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദമലങ്കരിച്ച ആദ്യ വനിത ആര് എന്ന് ഞാൻ ഉത്തരം ഇതിൽ പറയുന്നില്ല. കാര്യം ഇതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അതങ്ങ് ഓട്ടോമാറ്റിക് അതങ്ങ് സ്ട്രൈക്കായി പോകും. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദമലങ്കരിച്ച ആദ്യ വനിത ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഇനി ശരിയായ പ്രസ്താവനകൾ കുറച്ച് പറഞ്ഞില്ല, അതൊക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് ആര്? മാത്യു എം കുഴുവേലി. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്രകൃതിയുടെ കർത്താവാണ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ. അതായത് കഥകളിയെ സംബന്ധിച്ച ഒരു ആധികാരിക ഗ്രന്ഥമെന്ന് മഹാകവി വള്ളത്തോൾ വിശേഷിപ്പിച്ച കഥകളി പ്രകാശിക എന്ന പുസ്തകം ആരുടേതാണ്? മാത്തൂർ കുഞ്ഞുപിള്ളയുടേതാണ് കഥകളി പ്രകാശിക. അതായത് കഥകളിയെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമെന്ന് മഹാകവി വള്ളത്തോൾ വിശേഷിപ്പിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? അത് കഥകളി പ്രകാശികയാണ്. ഓക്കെ, പിന്നെ എന്താണ് പറയാനുള്ളത്? അടുത്ത ആരാണ്? ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു എം കുഴുവേലി. മാത്യു എം കുഴുവേലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാലസാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ളൊരു പ്രമുഖനായിരുന്നു ആര്? മാത്യു എം കുഴുവേലി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഭാഷയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രസാധകനും പത്രാധിപരുമാണ് ആര്? അഭയദേവ്. ഇത് മൂന്നും ശരിയാണെന്നാണ് PSC തന്നിരിക്കുന്ന ആൻസർ. ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? കേരള പാണിനി എന്നറിയപ്പെടുന്നത്. അതായത് മലയാള വ്യാകരണ നിയമങ്ങൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചതാണ് കേരള പാണിനീയം എന്ന് പറയുന്നത്. മലയാളത്തിലെ വ്യാകരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേരള പാണിനി. കുമാരനാശാൻ്റെ കൃതിയാണ് ഇത് നളിനിക്ക് അവതാരിക എഴുതിയത് ആരാണ്? AR രാജരാജവർമ്മയാണ്. നളിനിക്ക് അവതാരിക എഴുതിയതാണ് AR രാജരാജവർമ്മ. അതേപോലെ തന്നെ AR രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് എന്തെന്നറിയപ്പെടുന്നത്? കാന്താര താരകം എന്ന് പറയുന്നത് AR രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ്. AR രാജരാജവർമ്മയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. AR രാജരാജവർമ്മയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് കേരള പാണിനിയാണ് AR രാജരാജവർമ്മ. കേരള കാളിദാസൻ ആരാണ്? കേരള കാളിദാസനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേരള കാളിദാസനാണ്. N കൃഷ്ണപിള്ള എന്താണ് അറിയപ്പെടുന്നത്? N കൃഷ്ണപിള്ള അറിയപ്പെടുന്നത് കേരള ഇബ്സൺ എന്നാണ്. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നതാണ് N കൃഷ്ണപിള്ള. കേരള കാളിദാസനാണ് ആര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അതേപോലെ മലയാളത്തിൻ്റെ ഒർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്താണ്? കേരള കാളിദാസൻ. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. മലയാളത്തിൻ്റെ ഒർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കുമാരനാശൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണ്. നളചരിതത്തിന് AR രാജരാജവർമ്മൻ നൽകിയ വ്യാഖ്യാനമാണ് എന്ത്? കാന്താര താരകം. അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ. ഓക്കെ, നെക്സ്റ്റ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമേത്? പൂർണ്ണമായും ഏതാണ്? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? സംക്ഷേപ വേദാർത്ഥം രചിച്ചതാരാണ്? ക്ലെമന്റ് പിയാനിയസ് പാതിരി എന്ന് പറയും. ക്ലെമന്റ് പിയാനീസ് പാതിരിയാണ് സംക്ഷേപ വേദാർത്ഥം എന്ന പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത്. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ സമ്പൂർണ്ണ രാമായണ കൃതി ഏതാണെന്നറിയാവോ? അതാണ് രാമകഥാപാട്ട്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് എന്തെന്നറിയപ്പെടുന്നത്? നമ്മുടെ കണ്ണശരാമായണം. അത് രചിച്ചതാരാണ്? കണ്ണശരാമായണം. മറ്റേത് ഏതാണ്? രാമകഥാപാട്ടെന്ന് പറഞ്ഞാൽ അത് പാട്ടാണ്. ഇതെന്താണ്? സമ്പൂർണ്ണ രാമായണമായ കണ്ണശരാമായണം രചിച്ചതാണ് ആര്? രാമപ്പണിക്കർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണെന്ന്? സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി ആരാണ്? അത് R ഈശ്വരപിള്ളയാണ് സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി രചിച്ചത്. മലയാളത്തിൻ്റെ ആദ്യ നിഘണ്ടു ഏതായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം എന്ന ബെഞ്ചമിൻ ബെയ്ലിയുടെ കൃതിയാണ്. അത് 1846 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 96 എന്നാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ 96 46 ഒന്ന് ശ്രദ്ധിച്ചോളേ. 46 ബെഞ്ചമിൻ ബെയ്ലിയുടേത്.
ഓക്കെ. അപ്പോൾ 1846 ബെഞ്ചമിൻ ബെയ്ലി രചിച്ച എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം എന്നുള്ളതാണ് ബെഞ്ചമിൻ ബെയ്ലിയുടെ കൃതിയാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യ നിഘണ്ടു എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മലയാളത്തിലെ ആദ്യ വിജ്ഞാനകോശമാണ് എന്തെന്നറിയപ്പെടുന്നത്? സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. മലയാളത്തിലെ ആദ്യ വിജ്ഞാനകോശമാണ് സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. ആരാണ്? ആർ ഈശ്വരപിള്ളയാണ്. ഈ ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള രചിച്ച നമ്മുടെ മലയാള ഭാഷാ നിഘണ്ടു നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് ശബ്ദധാരകളുടെ ഡിജിറ്റൽ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ ആണ്. ഡിജിറ്റൽ പതിപ്പ് പുറത്തിറങ്ങിയത് ഏതാണ്? 2021 മാർച്ചിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് പുസ്തകമാണ്? ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള രചിച്ച മലയാള ഭാഷാ നിഘണ്ടു പുറത്തിറങ്ങിയത് അതിന് ഡിജിറ്റൽ പതിപ്പാണ് 2021 മാർച്ചിൽ പുറത്തിറങ്ങിയത്. ഓക്കെ. അതേപോലെയുള്ളതാണ് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന വിജ്ഞാനകോശത്തിൻ്റെ കർത്താവാണ് ആര്? വെട്ടമ്മാണി. പുരാണിക് എൻസൈക്ലോപീഡിയ വെട്ടമ്മാണി. പിന്നെയുള്ളതാണ് നവയുഗ ഭാഷാ നിഘണ്ടു. നവയുഗ ഭാഷാ നിഘണ്ടു ആരുടേതാണ്? അത് ആർ നാരായണ പണിക്കരുടേതാണ്. ആർ നാരായണ പണിക്കർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിൽ പെടുന്നു? നിരൂപണം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, യാത്രാവിവരണം. ഏതാണ്? MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് എന്ന് പറയുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. ഇനി നിരൂപണം ഏതാണ്? നിരൂപണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ നമ്മൾ എന്താണ് അത് നമ്മൾ നിരൂപണക്കുറിപ്പ് എഴുതുക എന്നൊക്കെ ഉണ്ടാകും അല്ലേ? നമ്മളതിനെ നമുക്ക് എന്താണോ നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ നിരൂപണം എന്ന് പറയുന്നത്. കുമാരനാശാൻ്റെ ചിന്താവിഷയ സീതയ്ക്ക് നമ്മുടെ സുകുമാർ അഴീക്കോട് തയ്യാറാക്കിയ നിരൂപണമാണെന്ത്? ആശാൻ്റെ സീതായനം എന്ന് പറയുന്നത്. അപ്പോൾ ആശാൻ്റെ സീതായനം ചിന്താവിഷയായ സീതയ്ക്ക് തയ്യാറാക്കിയ നിരൂപണമാണ്. ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? സുകുമാർ അഴീക്കോടാണ്. ഇനി എന്താണ് വൈജ്ഞാനിക സാഹിത്യം എന്നുദ്ദേശിക്കുന്നത്? അതായത് വിജ്ഞാന പ്രദാനം ചെയ്യുന്ന സാഹിത്യ കൃതികളാണ് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി, മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റിയാണ് AR രാജരാജവർമ്മ എന്ത് തയ്യാറാക്കിയത്? കേരള പാണിനിയം എന്നൊരു വൈജ്ഞാനിക ഗ്രന്ഥം തയ്യാറാക്കിയത്. അതേപോലെ നമ്മൾ എന്താണ് ചരിത്രത്തെ പറ്റിയും ഇങ്ങനെയല്ല ഏതൊരു വിഷയത്തെ പറ്റിയും നമുക്കൊരു അറിവ് പ്രദാനം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്നത്. ബാലസാഹിത്യം അറിയാമല്ലോ, കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. യാത്രാവിവരണം നിങ്ങൾക്കറിയാം. എന്താണ് യാത്രാവിവരണം? നമ്മുടെ യാത്രാനുഭവങ്ങളായിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ എസ്കേപ്പ് ഒറ്റക്കാട് അല്ലേ? നൈൽ ഡയറിയൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് എന്തെന്നറിയപ്പെടുന്നത്? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ. മലയാളത്തിൻ്റെ ആദ്യ ബാലസാഹിത്യ കൃതിയായി കരുതപ്പെടുന്നത് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കൃതികൾ എന്ന ബെഞ്ചമിൻ ബെയ്ലിയുടെ കൃതിയാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ ബാലസാഹിത്യമായി അറിയപ്പെടുന്നത്. തളിരെന്താണ്? തളിരെന്നറിയപ്പെടുന്നത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസികയാണ് തളിര്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസികയാണ് തളിരെന്നറിയപ്പെടുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മലയാള ഭാഷാ ഗ്രന്ഥങ്ങൾ കുറവുണ്ടെന്ന് കണ്ടെത്തി മലയാള ഭാഷ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായതാണ് എന്ത്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. സാഹിത്യ അക്കാദമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതായത് മലയാളത്തിലെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമാണ് എന്താ? കേരള സാഹിത്യ അക്കാദമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സർക്കാർ സ്ഥാപനമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. തളിരെന്ന് പറയുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസികയാണ്. ഓക്കെ. അതേപോലെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കുറച്ച് പ്രധാനപ്പെട്ട ബാലസാഹിത്യ കൃതികളാണ് ഇത്. സർപ്പയജ്ഞം എന്ന് പറയുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. ആരുടേതാണത്? ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതിയാണ്. അതേപോലെ കഥരത്നമാലിക ആരുടേതാണെന്നറിയാവോ? ഇതെല്ലാം ബാലസാഹിത്യ കൃതിയാണ്. ഇത് ചങ്ങമ്പുഴയുടേതാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. അതേപോലെ G ശങ്കരക്കുറുപ്പിൻ്റേതാണ് ഓലപ്പീപ്പി എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പിൻ്റേതാണ്. അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. അതേപോലെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് വായിക്കുക. ചക്കരമാമ്പഴം ആരുടേതാണ്? ചക്കരമാമ്പഴം എന്ന് പറയുന്നത് ചെമ്മനം ചാക്കോയുടെയാണ്. പിന്നെയാണ് CP പള്ളിപ്പുറത്തിൻ്റെയൊക്കെ ഒത്തിരി കൃതികളുണ്ട്. അപ്പുപ്പൻതാടിയുടെ സ്വർഗ്ഗയാത്ര, അതേപോലെ ഒരിടത്തൊരു കുഞ്ഞുണ്ണി, ചെണ്ട, ഇതെല്ലാം ആരുടേതാണ്? നമ്മുടെ CP പള്ളിപ്പുറത്തിൻ്റേതാണ്.
MTയുടേതാണ് മാണിക്യക്കല്ല്. മാണിക്യക്കല്ല് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, MT വാസുദേവൻ അയച്ച മാണിക്യക്കല്ല് എന്താണ്, MTയുടെ ബാലസാഹിത്യ കൃതിയാണ്. അതേപോലെ തന്നെയുള്ളതാണ് ദയ എന്ന പെൺകുട്ടിയും MTയുടെ ഒരു ബാലസാഹിത്യ കൃതിയാണ്. പിന്നെയുള്ളത് സുഗതകുമാരിയുടേതാണ്. സുഗതകുമാരിയുടെ കൃതികൾ ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചു. സുഗതകുമാരിയുടേത് വാഴത്തേൻ, വാഴത്തേൻ, അതേപോലെ കുട്ടികളുടെ പഞ്ചതന്ത്രം, കുട്ടികളുടെ പഞ്ചതന്ത്രം, ഇതെല്ലാം ആരുടേതാണ്, സുഗതകുമാരിയുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഏതായിരിക്കും? അത് നമ്മുടെ ഹിന്ദിയാണ്. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭാഷകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മലയാളമുണ്ട്, തമിഴുണ്ട്, കന്നഡ, അതേപോലെ തന്നെ തെലുങ്ക്. ഇതൊക്കെയാണ് ദ്രാവിഡ ഭാഷയായ മലയാള ഭാഷകൾ എന്ന് പറയുന്നത്. ഈ ബ്രാഹുയി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ളതാണ്. പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്ന ഒരു ദ്രാവിഡ ഭാഷയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബ്രാഹുയി എന്നറിയപ്പെടുന്നത്. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷയാണ് ഏത്? ഏറ്റവും പഴക്കമുള്ളതാണ് എന്ത്? തമിഴ് എന്നറിയപ്പെടുന്നത്. കർണാടക സംസ്ഥാനത്തിലാണ് കന്നഡ ഉപയോഗിക്കുന്നത്, അതൊരു ദ്രാവിഡ ഭാഷയാണ്. പിന്നെ എന്താണ് ഇന്ത്യയിൽ മൊത്തം എത്ര ഭാഷകളുണ്ട്? ഇന്ത്യയിലെ മൊത്തം എത്ര ഭാഷകളുണ്ടെന്ന് വെച്ചാൽ അത് ഒത്തിരി ഉണ്ടല്ലേ. പക്ഷേ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളുടെ എണ്ണം എത്രയാണ്? അത് 22 ഭാഷകളാണ്. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്നൊരു ഭാഷയുണ്ട്. എന്താണ്? ഇന്ത്യയുടെ കോഹിന്നൂർ. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഉറുദു ഭാഷ. അതേപോലെ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷ, പ്രാചീന ഭാഷയാണ് എന്ത്? ഖരോഷ്ടി എന്നറിയപ്പെടുന്നത്. ലക്ഷദ്വീപിലെ ഭാഷ ഏതാണ്? അത് മലയാളമാണ്. അതേപോലെ പറയേണ്ട ഒരു ക്ലാസിക്കൽ ഭാഷകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 6 ക്ലാസിക്കൽ ഭാഷകളാണുള്ളത്. ഏതാണ്? തമിഴുണ്ട്, അതേപോലെ സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, പിന്നെന്താണ്? ഒഡിയ. ഇത്രയുമാണ് ക്ലാസിക്കൽ ഭാഷകൾ. 6 എണ്ണമാണ്. അത് തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. മലയാളത്തിന് എന്നാണ് ഭാഷാ പദവി കിട്ടിയത്? 2013 മെയ് 23 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറണ്ട് അഫെയർ ആണ്, പഠിച്ചു വെച്ചോ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ബാലസാഹിത്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? അത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾക്കാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 2018 പ്രളയത്തെ ആസ്പദമാക്കി നമ്മുടെ പ്രിയ AS ബാലസാഹിത്യ കൃതികളിൽ ഒത്തിരി എഴുതുന്നൊരു കഥാകാരിയാണ് അല്ലേ, പ്രിയ എസിൻ്റെ കൃതിയാണ് എന്താ? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ചേക്കുട്ടിക്ക് എന്താ പ്രത്യേകത? ചേക്കുട്ടി ആരുടേതായിരുന്നു? സേതുവിൻ്റേതാണ് ചേക്കുട്ടി എന്ന് പറയുന്നത് 2022 കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി, അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ബാലസാഹിത്യ കൃതിയാണ് ചേക്കുട്ടി എന്നറിയപ്പെടുന്നത്. അതേപോലെ മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി, അത് ആരുടേതാണ്? അനഘ ജെ കോലോത്ത്. ആരാണ് അനഘ ജെ കോലോത്ത് എന്ന് പറയുന്നത്? അതായത് 2022 ബാലസാഹിത്യ യുവ പുരസ്കാരം ലഭിച്ച വ്യക്തി കഥാകാരിയാണ് ആര്? അനഘ ജെ കോലോത്ത്. ഇതൊരു കവിതയായിരുന്നു കേട്ടോ. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്നുള്ളത് എന്തായിരുന്നു? ഒരു കവിതയായിരുന്നു. 2022 ബാലസാഹിത്യ യുവ പുരസ്കാരം ലഭിച്ചതാണ് അനഘ ജെ കോലോത്തിന്. ഇനി എന്താണ് ചക്കരമാമ്പഴം എന്ന് പറയുന്നത് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ് ചക്കരമാമ്പഴം ആരുടേതാണ്? ഡോക്ടർ കെ ശ്രീകുമാറിൻ്റേതാണ് ചക്കരമാമ്പഴം. അത് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്.
ഓക്കെ, അപ്പോൾ എന്താണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ 2018 പ്രളയത്തെ ആസ്പദമാക്കി പ്രിയ എസ് രചിച്ച കൃതിയാണത്. അതേപോലെ ചേക്കുട്ടി 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എ സേതുവിൻ്റെതാണ്. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി അനഘ ചേക്കോലോത്തിൻ്റെ കവിതയാണ് 2022 ബാലസാഹിത്യ യുവ പുരസ്കാരം ലഭിച്ചതാണ്. ചക്കരമാമ്പഴം 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്